ഇപ്പോൾ വരെ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അന്വേഷിച്ചുകൊണ്ടിരിക്കാൻ പിതാവ് ഇവിടെ സ്ഥലത്തില്ല. അപ്പം അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുന്നതായിരിക്കും. ഇദ്ദേഹത്തിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഈ പരിശോധന ലഹരിയുടെ സാന്നിധ്യത്തിൽ കണ്ടിട്ടുണ്ടോ പ്രാഥമികമായിട്ട്? ഇല്ല, അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താലല്ലേ അറിയാൻ പറ്റും. ഇതുവരെ ഒന്നും ചെയ്തില്ല. അത് പറയാറായിട്ടില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. അപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. അതെ അതെ, അതിന് ഉപയോഗിച്ച അത് അന്വേഷിക്കുന്നുണ്ട്. അത് തെളിവെടുപ്പിൽ എല്ലാവരും ഒരേ രീതിയിലാണ് ഈ ഹാമർ കൊണ്ടുവച്ചാണ് എങ്ങനെയാണ്? അത് ഇപ്പോൾ ഫോറൻസിക് ടീം അതിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമേ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റും. സ്പെഷ്യൽ ടീം ഇതിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. IG സംസാരിക്കായിരുന്നു. പുതുതായി അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. ജിബിൻ JB ഉണ്ട്. ജിബിൻ ഇൻസ്പെക്ടർ ജനറൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? കേട്ടത്തിൽ നിന്ന് പുതുതായി ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായും പോലീസിന്റെ രീതിയുമാണത്. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, അല്പസമയം മുൻപാണ്, ഏകദേശം ഒരു മണിക്കൂർ മുൻപാണ് ദക്ഷിണ മേഖല IG ആയിട്ടുള്ള S. ശ്യാം സുന്ദർ ഈ പേരുമല എന്ന് പറയുന്ന സ്ഥലത്തുള്ള വെങ്ങാറമൂട് പേരുമല എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അഫാന്റെ വീട് നേരിട്ടെത്തി സന്ദർശിച്ചു. അതിനുശേഷം അദ്ദേഹം മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരോടൊപ്പം വീട്ടിൻ്റെ അകത്ത് ഏറെ നേരെ ചിലവഴിച്ചിരുന്നു. കാരണം 2 മരണങ്ങളാണ് ഈ വീട്ടിൽ സംഭവിച്ചത്. 2 മരണവും അതുപോലെ കൊലപാതകവും, ഒരു കൊലപാതക ശ്രമം, അങ്ങനെ 3 അറ്റംപ്റ്റാണ് ഈ ഒരു വീട്ടിൽ നടന്നത്. അപ്പോൾ ഈ ഓരോ മുറികളിലും ഓരോന്നും നടന്നിരിക്കുന്ന ഓരോ സ്ഥലത്താണ്. കാരണം അനുജനെ കൊലപ്പെടുത്തിയത് ഹോളിനുള്ളിൽ വെച്ച്, അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ബെഡ്റൂമിനുള്ളിൽ വെച്ച്, ഇദ്ദേഹത്തിന് അഫാന്റെ കാമുകിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് 2ാമത്തെ നിലയിൽ അഫാന്റെ മുറിയിൽ വെച്ച്. അപ്പോൾ ഈ 3 സ്ഥലത്തും നേരിട്ട് പോയിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് IG-യുടെ നേതൃത്വത്തിൽ നടത്തിയത്. ഇതിൽ നിന്ന് ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന IG നടത്തിയ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് ഇന്നലെ മുതൽ തന്നെ പുറത്തേക്ക് വരുന്ന വിവരങ്ങളൊക്കെ തന്നെ ശരിവരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ദക്ഷിണ മേഖല IG S. ശ്യാം സുന്ദറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ ക്രൂരകൃത്യങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് ഒരാൾ തന്നെയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. മറ്റാരുടെ സഹായം ഒന്നും തന്നെ ലഭിച്ചില്ല. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഈ ഒരു കൊലപാതകം, ഇത്രയും കൊലപാതകങ്ങൾ ഒരു 23 വയസ്സുകാരന് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറ്റിക്കൊണ്ട് ഒരാൾ തന്നെയാണ് ഈ ക്രൂരകൃത്യം ചെയ്തത് എന്ന് ഇപ്പോൾ IG തന്നെ സ്ഥിരീകരിക്കുകയാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു കൊലപാതകങ്ങൾ, ഈ 5 കൊലപാതകങ്ങളും ഒരു കൊലപാതക ശ്രമം, അങ്ങനെ 6 സംഭവങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിന്റെ അന്വേഷണത്തിന് നേതൃത്വം നൽകാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ ദക്ഷിണ മേഖല IG അറിയിക്കുന്നുണ്ട്. നേരത്തെ ഇപ്പോൾ